ട്രംപ് പറയുന്നത് മാറിക്കൊണ്ടാണ് പറയുന്നത്. ഒരിക്കൽ പറയുന്നു യുദ്ധം അവസാനിക്കുന്നു, പെട്ടെന്ന് തന്നെ യുദ്ധം തീരുന്നു പറയുന്നു. അതേസമയം വാർഷിപ്സ് കംപ്ലീറ്റ് ഗൾഫ് റീജിയനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീരുന്നു പറയുന്ന അദ്ദേഹം 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് എന്നാണ് സൂചന വരുന്നത്. അതുകൊണ്ടാണ് ഗോൾഡ് പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില മേൽപ്പെട്ടെന്ന് ഇന്ന് കയറുന്നു, പിറ്റേ ദിവസം കുറയുന്നു, അങ്ങനെ മാറി നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. ഒരു അൺസർട്ടനിറ്റി, ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി കാരണമാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈ ഒരു ആക്രമണം അത് തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ കരയുദ്ധത്തിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ വിപണിയുടെ ഒരു അവസ്ഥ അത് ഏത് രീതിയിലായിരിക്കും? കാരണം എണ്ണവില കുതിച്ചു കയറുകയല്ലേ ചെയ്യുന്നത്. അതെ, അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ അമേരിക്ക, ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിക്കാൻ പോവാണെന്നത് പറയുന്നു. അതേസമയം ഇറാൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ആരായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾ യുദ്ധം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവർ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പോൾ കുവൈറ്റിലെ ഒരു ഓയിൽ ഉള്ള ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു, അവർ ദുബായിൽ അറ്റാക്ക് ചെയ്യുന്നു, പല ദിക്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അൺസർട്ടനിറ്റി കാരണം ഗോൾഡിന്റെ പ്രൈസും കുറഞ്ഞു വരുന്നു, ഓയിലിന്റെ വില കുതിച്ചു കയറുകയാണ്. ഓയിലിന്റെ വില കുതിച്ചു കയറിയിട്ട് റുപ്പി അതേസമയം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓയിലിന്റെ വില 100-110 വരികയാണെങ്കിൽ റുപ്പി 95 കടന്ന് 97 വരെയൊക്കെ എത്തുന്നു പറയുന്നു. അതുപോലെ അതിപ്പോ ഒരു വീണ്ടും വേറെ കണ്ടിന്യൂ ആയിരുന്നു ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ ഒരു വീണ്ടും നീണ്ടുപോവാണെങ്കിൽ ഒരു പക്ഷേ ഓയിലിന്റെ വില $120 വരെ ഉയരുകയും അപ്പോൾ റുപ്പി ഏകദേശം $1 100 എന്നുള്ള ഒരു ഇതിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ യുദ്ധം തുടരുകയാണെങ്കിൽ എണ്ണ കിട്ടാതാകുമെന്നുള്ളൊരു ആശങ്ക അത് പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇതോടെ തന്നെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലും ഡോളർ ശേഖരിക്കുന്നതിലും ഒക്കെയാണ് മിക്ക രാജ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ത്യയെ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അതെ, ഇന്ത്യയുടെ ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഇടപെട്ടിട്ട് റുപ്പിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നെങ്കിലും ഇമ്പോർട്ട് നമുക്ക് ഓയിലിനും ബിസിനസ് കൊടുക്കണം. അപ്പോൾ ഓയിൽ പർച്ചേസ് ചെയ്യാൻ വില കൂടുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ ഓയിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഇന്റർനാഷണലി പ്രൈസ് കൂടുന്നതുകൊണ്ട് അത് ഫോറിൻ എക്സ്ചേഞ്ചിനെ വളരെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ, GDP തന്നെ, ഗ്രോത്ത് തന്നെ ഡൗൺവേർഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 0.25% to 0.5% വരെ താഴോട്ട് വരാനാണ് സാധ്യത കാണുന്നത്. ഇപ്പോൾ യുദ്ധം തുടരുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കരയുദ്ധത്തിലേക്കൊക്കെ നീങ്ങുകയാണ് എന്ന സൂചനകൾ വരുന്നു. ഇപ്പോൾ സ്വർണ്ണവില കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു യുദ്ധം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ സ്വർണ്ണവില കുറയാനുള്ള ഒരു സാധ്യത തന്നെ മുന്നിൽ കാണണം. അതെ, സ്വർണ്ണവില ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗോൾഡിന്റെ ഇത് വരുന്നതുകൊണ്ട് സ്വർണ്ണവില താഴോട്ട് വരാനാണ് സാധ്യത കാണുന്നത്. എന്നാലും യുദ്ധം ഒരു മാസം 2 മാസം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സിന്റെ പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് ഗോൾഡ് വില ഇപ്പൊ 4200-4600 രൂപ എന്നുള്ള 4622 രൂപയാണ് ഇപ്പൊ ഗോൾഡിന്റെ പെർ ഔൺസ് വില ഡോളർ. അത് US ഡോളറിൽ 4649 US ഗോൾഡ് ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നത്. അത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഏകദേശം ഒരു $5400 വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.